Hi everyone, welcome back to Chinnus Taste Birds. ഇന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നട്ട് വളർത്താം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ്, ഞാൻ തന്നെ നട്ട് വളർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നട്ട് വളർത്തുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ്. ഈ പൂവ് രാത്രിയാകുമ്പോഴാണ് പൂവ് വിരിഞ്ഞ് നിൽക്കാറുള്ളത്. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കായ ആയിട്ടുള്ളതാണ്. ഇത് നല്ല റോസ് കളറാകുമ്പോഴാണ് ഇത് പാകപ്പെട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി. ഇത് ഞാനിവിടെ ടെറസിൻ്റെ മുകളിൽ, എൻ്റെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് വളർത്താനും വളരെ എളുപ്പം തന്നെയാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിവിടെ നട്ടിരിക്കുന്നത് ഒരു വലിയ ബോക്സ്, അതായത് മീനൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ ബോക്സിൽ നിറച്ച് മണ്ണ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു 3 ടയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടികളുടെയൊക്കെ ടയർ വെച്ചിട്ട് അതിലാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിറച്ച് മണ്ണ് വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. മിക്കവരും ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് വളർത്താൻ വേണ്ടി തൂണ് വാർത്തിട്ട് അതിന് മുകളിലൊക്കെ ടയർ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതേപോലെ നട്ടിട്ട് ഈ ടെറസിന് മുകളിലേക്ക് ഇങ്ങനെ പടർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് താഴേക്ക് വളർന്നു വന്നോളും. പിന്നെ ഇത് നമുക്ക് ഓരോ തൈകളായിട്ട് മുറിച്ച് മാറ്റി വേറെ വേറെ നട്ട് വെച്ചാലും നല്ലതാണ്. എനിക്ക് പിന്നെ സൗകര്യം കുറവായതുകൊണ്ട് ഞാനിങ്ങനെ നട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളൂ. പിന്നെ ഞാൻ രണ്ടാമത്തെ ഒരു തൈ നട്ടിരിക്കുന്നത് ചെറിയൊരു തെർമോക്കോൾ ബോക്സിൽ കുറച്ച് മണ്ണ് വെച്ചിട്ട് അതിലാണ് നട്ടിട്ടുള്ളത്. അതും ഒരുവിധം നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ, ഇതിന് വേണ്ട വളം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കപ്പലണ്ടി പിണ്ണാക്കാണ്. കപ്പലണ്ടി പിണ്ണാക്ക് ഈ പലചരക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുതിർക്കാൻ വെക്കണം. എന്നിട്ട് അത് കുതിർന്നതിന് ശേഷം അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കൊമ്പുകളായിട്ട് വെട്ടി വേറെ കുറച്ച് ഇതേപോലെ കുറച്ചധികം മണ്ണ് വെച്ചിട്ട് അതിലേക്ക് നട്ട് കൊടുത്താലും മതി. ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ആ ടയർ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇത് നല്ല വയലറ്റ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് 2 കളറിലുണ്ട്, വൈറ്റും ഉണ്ട്, ഈ ഒരു പർപ്പിൾ കളറും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഷേക്ക് അടിക്കാനും ഒക്കെ നല്ലതാണ്. ഇത് വെറുതെ കഴിക്കാൻ മിക്കവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം വെറുതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നേരെ തിരിച്ച് പാലും പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.